പത്മജിയെ വിമർശിച്ചും പരിഹസിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും പത്മജിയുടെ ബി.ജെ.പി. പ്രവേശനം കോൺഗ്രസ് പാർട്ടിക്ക് സമാധാനവും സന്തോഷവും നൽകിയെന്ന് സതീശൻ. വെള്ളിക്കുളങ്ങര ശാസ്താംബുവം ആദിവാസി കോളനിയിൽ കുട്ടികൾ മരിച്ച സംഭവം മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. അതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 15 മിനിറ്റോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനപാലകരെത്തി തുരത്തി. സംസ്ഥാനത്ത് 2 വർഷത്തിനുള്ളിൽ 18 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ 50% വീടുകളിലും കുടിവെള്ളം എത്തിക്കാനായെന്നും മന്ത്രി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പത്മജിയെ വിമർശിച്ചും പരിഹസിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും ബി.ജെ.പി. പ്രവേശനം കോൺഗ്രസ് പാർട്ടിക്ക് സമാധാനവും സന്തോഷവും നൽകിയെന്ന് സതീശൻ. പാർട്ടി ടിക്കറ്റ് കൊടുക്കാഞ്ഞിട്ടല്ലോ, ജനം ജയിപ്പിക്കാഞ്ഞിട്ടല്ലേ എന്നായിരുന്നു മുരളീധരന്റെ പരിഹാസം. ചിലര് കോൺഗ്രസിനെ ഒന്ന് പരിഹസിച്ച് കളയാന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതിനുള്ള മറുപടി കൂടിയാണ് ഈ കൊടുത്തത് എന്ന് അവർ തിരിച്ചോട്ടെ. നമുക്ക് സമാധാനം തന്നിട്ട് വേറെ സ്ഥലത്തേക്ക് സമാധാനക്കേടുമായിട്ട് പോയിരിക്കുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ അതൊന്നും കൊണ്ട് കോൺഗ്രസ് കുലുങ്ങില്ല. ടിക്കറ്റ് ആരും കൊടുക്കാഞ്ഞിട്ടില്ലല്ലോ, ജനം ജയിപ്പിക്കണ്ടേ. UDF തൃശൂർ ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലായിരുന്നു പത്മജിയുടെ പേര് പറയാതെയുള്ള ഇരുവരുടെയും പരിഹാസം. കേരളത്തിൽ ബി.ജെ.പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് CPM ആണ്. കരുവന്നൂർ തട്ടിപ്പ്, മാസപ്പടി വിവാദം, ലാവ്ലിൻ കേസ്, ലൈഫ് മിഷൻ കോഴക്കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ EDയെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വെച്ച് കേന്ദ്ര സർക്കാർ CPMനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ധാരണയാണ്. ഇത് പൊളിക്കണം. ഈ 2 കൂട്ടരുമായും കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് സതീശൻ പറഞ്ഞു. ഇവരെല്ലാവരും ചേർന്ന് ബി.ജെ.പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. എന്തിനാ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? പേടിപ്പിച്ച് നിർത്തിയേക്കാണ്, വറപ്പിച്ച് നിർത്തിയേക്കാണ്. ഇവർ തമ്മിൽ ധാരണയാണ്. ഈ ധാരണ കൂടി ഇവിടെ നമ്മൾ പൊളിക്കണം. കോൺഗ്രസ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല വർഗീയവാദികളുമായി. അതാണ് ഞങ്ങളുടെ അഭിമാനം. അതുകൊണ്ടാണ് ഞങ്ങൾ തൃശ്ശൂരിൽ മതേതരത്വത്തിന്റെ കാവലാളെ മത്സരിപ്പിക്കുന്നത്. ഫാസിസവുമായി വർഗീയതയുമായി ഏറ്റുമുട്ടാൻ. CPMനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു മുരളീധരന്റെ പ്രസംഗം. കൊച്ചു കേരളത്തിലെ സ്വന്തം MLA-മാരെയും MP-മാരെയും കൂടെ നിർത്താൻ പറ്റാത്ത CPM ആണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസിനെ വിശ്വാസ്യതയില്ലെന്ന് കുറ്റം പറയുന്നത്. നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ CPMകാർ. രാജ്യത്ത് ഇന്നും ബി.ജെ.പിക്ക് ബദൽ കോൺഗ്രസ് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. 10 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാത്ത പാർട്ടിയാണോ ദേശീയ ബദൽ എന്ന് പറയുന്നത്? ആ പാർട്ടിക്കാണോ നിങ്ങൾ കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത്? എന്തുകൊണ്ട് കേരളത്തിലെ CPMനെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി, നരേന്ദ്രമോദിയെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ മാർക്സിസ്റ്റുകാർ. ബി.ജെ.പിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, കേരളത്തിലെ പിണറായിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം. ഇതാണ് ഈ അന്തർധാരയുടെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അന്തർധാരയെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. തീയതി പോലും പ്രഖ്യാപിക്കാത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒട്ടും വൈകിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം അടുക്കും ചിട്ടയുമായ പ്രവർത്തനം നടത്തിയാൽ 20-ൽ 20 സീറ്റും UDF ജയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു. തുടർന്ന് വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും കാവടിയുടെയും അകമ്പടിയിൽ സ്വരാജ് റൗണ്ട് ചുറ്റി റോഡ് ഷോയും നടന്നു. TCV തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രവർത്തകരോട് ക്ഷുഭിതനായ സംഭവത്തിൽ പ്രതികരിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം വാങ്ങി നൽകേണ്ടത് പ്രവർത്തകരുടെ ജോലിയാണ്. അതവർ ചെയ്തില്ലെങ്കിൽ ശാസിക്കും. ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചത്. പ്രവർത്തകരെ ശാസിക്കുവാനുള്ള അവകാശം തനിക്കുണ്ട്. അതിനിയും തുടരും. ആരും ശത്രുക്കളല്ലെന്നും എല്ലാവരും സ്ഥാനാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ. താൻ നടക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കുവാനാണ്. എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കുപ്രചരണങ്ങളിൽ തളരില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോളനി നിവാസികളെ കാണാൻ കഴിയാത്തതിനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിനും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ വിമർശനമുണ്ടായത്.
ഇളം പ്രായത്തിൽ ജീവൻ പൊലിഞ്ഞ കാടിന്റെ പൊന്നോമനകൾക്ക് വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ഊരിലെ ആദിവാസി സമൂഹം യാത്രാമൊഴി ചൊല്ലി. കാടർ വിഭാഗക്കാർ താമസിക്കുന്ന ശാസ്താംപൂവം കോളനിയിലെ പരേതനായ രാജശേഖരന്റെ മകൻ അരുൺ, പരേതനായ സുബ്രന്റെ മകൻ സജിക്കുട്ടൻ എന്നിവർക്കാണ് കോളനിയിലുള്ളവർ കണ്ണീരോടെ വിട ചൊല്ലിയത്. കോളനിക്ക് സമീപത്തെ വനത്തിൽ ശനിയാഴ്ചയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹങ്ങൾ ഉച്ചകഴിഞ്ഞ് 3:30 വെള്ളിക്കുളങ്ങരയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ വനത്തിലുള്ള ശാസ്താംപൂവം കോളനിയിലെത്തിച്ചു. മൃതദേഹങ്ങൾ പുറത്തിറക്കിയപ്പോൾ ബന്ധുക്കളും കണ്ടുനിന്നവരും ദുഃഖം സഹിക്കാനാകാതെ വിതുമ്പി. കോളനി വക ശ്മശാനത്തിനു മുന്നിൽ മരണാനന്തര ചടങ്ങുകൾക്കായി കിടത്തിയ മൃതദേഹങ്ങൾക്ക് മുൻപിൽ സർക്കാരിനു വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ റീത്ത് സമർപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, മുൻ മന്ത്രിയും തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ VS സുനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരും അകാലത്തിൽ പൊലിഞ്ഞ കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി കോളനിയിൽ എത്തിയിരുന്നു. വനംവകുപ്പ്, ആനപ്പാന്തം വനസംരക്ഷണ സമിതി, അരുൺ പഠിച്ചിരുന്ന വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂൾ എന്നിവയ്ക്ക് വേണ്ടിയും റീത്തുകൾ സമർപ്പിച്ചു. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന മരണാനന്തര ക്രിയകൾക്ക് ശേഷം ബന്ധുക്കളുടെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ ശ്മശാനത്തിൽ സംസ്കരിച്ചു. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ, ചാലക്കുടി DYSP അശോക്, വെള്ളിക്കുളങ്ങര SI M അഫ്സൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരും എത്തിയിരുന്നു. TCV കൊടകര. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക നിഗമനം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്. മരത്തിൽ നിന്ന് വീണതിന്റെ ലക്ഷണങ്ങൾ മൃതദേഹങ്ങളിൽ കണ്ടെത്തി. പോലീസ് നിഗമനം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംശയിക്കത്തക്കതായി ഒന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായില്ല. കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചു. ശാസ്താംപൂവത്ത് മരിച്ച കുട്ടികളുടെ വീടുകൾ റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. കോളനിയിലെത്തിയ മന്ത്രി മരിച്ച അരുണിന്റെയും സജിക്കുട്ടന്റെയും വീടുകളിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. പൊതുപ്രവർത്തകരായ CU പ്രിയൻ, PC ഉമേഷ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. വാൽപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ചീനിക്കാസ് എന്ന ബസിന്റെ മുന്നിലാണ് ആനയെത്തിയത്. 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡരികിലാണ് ആദ്യം ആനയെത്തിയത്. ഇതിനിടെ ബൈക്കുകളിലെത്തിയ വിനോദസഞ്ചാരികൾ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുന്നതിനിടയിലാണ് ഭയന്ന ആന വേഗത്തിൽ റോഡിലൂടെ നീങ്ങിയത്. വളവ് തിരിയുന്നതിനിടെ ബസിന്റെ മുന്നിലുമെത്തി. പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ ബസിന്റെ ലീഫ് ഒടിയുകയും ചെയ്തു. മതപ്പാടുള്ള കൊമ്പനായിരുന്നു ഇതെന്ന് ഡ്രൈവർ ബിജു പറഞ്ഞു. ആന ഒതുങ്ങി നിന്നപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. ഇതിനിടെ വളവിനപ്പുറത്ത് തമ്പടിച്ചിരുന്ന ബ്ലോഗർമാരുടെ ബഹളം കേട്ട ആന വീണ്ടും ബസിന്റെ പിന്നാലെ എത്തിയെങ്കിലും ആക്രമിച്ചില്ല. ജലജീവൻ പദ്ധതിയെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുട്ടനല്ലൂർ ജലസംഭരണ പദ്ധതിയുടെയും 5 കിലോമീറ്റർ ഡെഡിക്കേറ്റഡ് ലൈനും വിതരണ പൈപ്പുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 18 ലക്ഷം കുടിവെള്ള കണക്ഷനുകളാണ് സംസ്ഥാനത്ത് നൽകിയത്. 50% വീടുകളിലും കുടിവെള്ളം എത്തിക്കാനായെന്നും മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ പെരിഞ്ചേരി, കൌൺസിലർമാരായ P രാഹുൽനാഥ്, ശ്യാമള വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. വിഷയങ്ങൾക്ക് പരിപൂർണമായി പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം വിജയിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്നത്തെ ഈ ഉദ്ഘാടനം എന്നുള്ളതിൽ അഭിമാനം തോന്നിയത്. 1 മാസമെങ്കിലും വെള്ളം കിട്ടാതെ വിഷമിക്കുന്നവരുടെ നോക്കിയപ്പോൾ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തി. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് മടങ്ങിയത്. TN പ്രതാപൻ MP, UDF നേതാക്കളായ MP ജാക്സൺ, തോമസ് ഉണ്ണിയാടൻ, സോമൻ ചിറ്റേത്ത്, അബ്ദുൾ ഹക്ക്, ഷാറ്റോ കുര്യൻ തുടങ്ങിയവർ മുരളീധരനോടൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മത സാമുദായിക നേതാക്കളെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് സന്ദർശനത്തിന് ശേഷം മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മത മേലധ്യക്ഷന്മാരെയും സാമുദായിക നേതാക്കന്മാരെയും ഒക്കെ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇവിടെ നിന്ന് പിതാവിനെ നേരിട്ട് കണ്ട് അനുഗ്രഹമാണ്. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മാളയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. UDF മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഷോ നടത്തിയത്. UDF ചെയർമാൻ VA അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോയിൽ DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ എന്നിവർ പങ്കെടുത്തു.
LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിൽ പര്യടനം നടത്തി. അളഗപ്പ നഗറിൽ PS നമ്പൂതിരി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു തുടക്കം. തുടർന്ന് തൃക്കൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ ആരാധനാലയങ്ങൾ സുനിൽകുമാർ സന്ദർശിച്ചു. നെല്ലുവായ്, വയലൂർ ശിവക്ഷേത്രത്തിലെത്തി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണം മൂലം നിരവധി കർഷകരാണ് ആത്മഹത്യ ചെയ്തതെന്ന് ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ പറഞ്ഞു. തൃശൂർ പാർലമെന്റ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ പ്രചരണാർത്ഥം ജനതാദൾ എസ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യം കാത്തു സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഓരോ പ്രവർത്തകരും ഏറ്റെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമിയിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KV ബാലസുബ്രഹ്മണ്യം, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സമൂഹ പുരോഗതിക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം ഉൾപ്പെടെ കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടും VT ഭട്ടത്തിരിപ്പാടും മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ഇന്നേറെ പ്രസക്തിയുണ്ടെന്ന് സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ പറഞ്ഞു. തൃശൂർ യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് VT ഭട്ടത്തിരിപ്പാട് അനുസ്മരണ ചടങ്ങിൽ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറൂരിനെയും VTയെയും പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ നേടിയെടുത്ത സാമൂഹിക മാറ്റങ്ങളാണ് ഇന്ന് നാം അനുഭവിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. BTB കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരിപ്പാട് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് ഹരി പഴങ്ങപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. VT ഭട്ടത്തിരിപ്പാടിന്റെ മകൻ VT വാസുദേവ് വിശിഷ്ടാതിഥിയായിരുന്നു. യോഗക്ഷേമ സഭ ജില്ലാ സെക്രട്ടറി KP കൃഷ്ണൻ നമ്പൂതിരി, PK പാർവതിക്കുട്ടി, PVK ശ്രീകൃഷ്ണൻ, NK ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാനെ വരവേൽക്കാൻ മുസ്ലിം പള്ളികളും ഭവനങ്ങളും ഒരുങ്ങി. പള്ളികൾ മോടികൂട്ടിയും വീടുകൾ വൃത്തിയാക്കിയുമാണ് ഇസ്ലാം മത വിശ്വാസികൾ റംസാനെ വരവേൽക്കാൻ ഒരുങ്ങിയത്. മാസപ്പിറ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പരിശുദ്ധ റംസാന് തുടക്കമാകും. പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് പള്ളികളും മുസ്ലിം ഭവനങ്ങളും. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന വിശ്വാസികൾ രാത്രി പ്രത്യേക പ്രാർത്ഥനകളിൽ ഏർപ്പെടും. വിശുദ്ധ ഖുർആൻ പാരായണത്തിലും കൂടുതൽ സമയം നീക്കിവെക്കും. ദൈവഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും നോമ്പ് തുറക്കാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കാണ് നാടെങ്ങും. പള്ളിക്കകവും മിനാരവും ചുമരുകളുമെല്ലാം കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് പുതുമോടി വരുത്തി കഴിഞ്ഞു. പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും. നോമ്പുതുറയ്ക്ക് സൗകര്യമൊരുക്കാൻ പള്ളിയുടെ പരിസരങ്ങൾ ഒരുക്കുകയാണ് വിശ്വാസികൾ. പള്ളിയുടെ മുറ്റത്തും പരിസരത്തും പന്തലിട്ടാണ് നോമ്പ് തുറക്കുന്ന വിശ്വാസികൾക്കുള്ള ഭക്ഷണം ഒരുക്കിവെക്കുക. നോമ്പുകാലം പ്രമാണിച്ച് വീടുകൾ വൃത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് സ്ത്രീകൾ. പഴയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കഴുകി മിനുക്കിയും പുതിയവ വാങ്ങിയും വീടിനകവും പുറവും പെയിന്റ് ചെയ്ത് ഭംഗി കൂട്ടിയും തിരക്കിലമർന്നിരിക്കുകയാണ് അവർ. വീടൊരുക്കുന്നതോടൊപ്പം അടുക്കളയിലും ഒരു മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും പലരും ഒരുക്കിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന 30 നാളുകൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങളാണ്. GCV ചാവക്കാട്. കയ്പമംഗലം ചിറക്കലിൽ അമിത വൈദ്യുത പ്രവാഹത്തെ തുടർന്ന് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ ഫാൻ, മിക്സി, ലൈറ്റുകൾ, മെയിൻ സ്വിച്ച്, മറ്റ് സ്വിച്ച് ബോർഡുകൾ, വയറിങ്ങുകൾ ഉൾപ്പെടെയാണ് കത്തിനശിച്ചത്. വീടിന്റെ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന് സമീപത്തുള്ള 33 kV ലൈനിൽ പക്ഷി കുടുങ്ങിയതാണ് കാരണമെന്ന് പറയുന്നു. KSEB അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ദേശമംഗലം പള്ളത്ത് യുവാവിന് കുത്തേറ്റു. പള്ളം വയ്യാട്ടുകാവിൽ വീട്ടിൽ മുഹമ്മദ് മകൻ സ്വാലിഹിനെയാണ് തളി സ്വദേശികളായ യുവാക്കൾ വീട്ടിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ ഷിയാസ്, ഷബീർ എന്നിവരെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി പള്ളത്തുള്ള ടർഫ് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മകനെ ഉപദ്രവിക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാനെത്തിയ സ്വാലിഹിന്റെ മാതാവിനെയും പ്രതികൾ മർദ്ദിച്ചു. കുത്തേറ്റ സ്വാലിഹ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം പുലാമന്തോൾ കുന്തിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മാള സ്വദേശിയായ SI മുങ്ങിമരിച്ചു. പാലക്കാട് കൊപ്പം സ്റ്റേഷനിലെ SI KS സുബീഷ് മോനാണ് മുങ്ങിമരിച്ചത്. കുടുംബാംഗങ്ങൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം.
കൊടകര ചാറ്റലാമ്പാടം കിഴക്കേമുക്ക് മലയിൽ തീപിടുത്തം. സമീപത്തെ പാടശേഖരത്തിൽ നിന്നാണ് മലയിലേക്ക് തീ പടർന്നത്. വനം വകുപ്പും ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസർ, വാർഡ് മെമ്പർ സജിനി സന്തോഷ് എന്നിവർ സ്ഥലത്തെത്തി. നട്ടെല്ലിന്റെയും സന്ധികളുടെയും പ്രവർത്തനം തകരാറിലായ അവസ്ഥയിലും പുസ്തകങ്ങളുടെ ലോകത്ത് വേദനകളും പരിമിതികളും മറന്ന് ആശ്വാസം കണ്ടെത്തുകയാണ് എറവ് ഗ്രാമീണ വായനശാലയിലെ ലൈബ്രറിയൻ. സ്പോണ്ടിലൈറ്റിസ് ബാധിച്ച് നട്ടെല്ലിന്റെയും സന്ധികളുടെയും പ്രവർത്തനം തകരാറിലായ അവസ്ഥയിലുള്ള എറവ് ഐനിക്കൽ വീട്ടിൽ ജെയ്സന് ഇപ്പോൾ പുസ്തകങ്ങളാണ് ചങ്ങാതിമാർ. അലുമിനിയം ഫാബ്രിക്കേറ്ററായി ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ജെയ്സൺ രോഗബാധിതനാകുന്നത്. ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ചികിത്സയും മറ്റുമായി 5 വർഷം തള്ളി നീക്കി. തുടർച്ചയായി ഏറെ നേരം ഇരിക്കാൻ പറ്റാത്തതിനാൽ ഓഫീസ് ജോലികൾ ചെയ്യാനാവില്ല. പുസ്തകങ്ങളോട് സല്ലപിക്കാനും അവയെ പരിചരിക്കാനും കിട്ടിയ അവസരം വീട്ടിൽ തളർന്നിരുന്ന ജെയ്സന് ഒട്ടൊന്നുമല്ല ആശ്വാസമായത്. ഉച്ചതിരിഞ്ഞ് 5 മുതൽ രാത്രി 9 വരെ വായനശാലയിൽ ലൈബ്രറിയനായി പ്രവർത്തിക്കാനുള്ള അവസരം കൈവന്നത് വലിയൊരു അനുഗ്രഹമായി. കൂട്ടുകാരുടെ ബൈക്കിലാണ് വായനശാലയിലെത്തുക. പിന്നെ പുസ്തകങ്ങളുടെ ലോകത്ത് വേദനകൾ മറന്ന് വ്യാപൃതനാവും. അടുക്കും ചിട്ടയുമില്ലാതെ കിടന്നിരുന്ന വായനശാലയിലെ പുസ്തകങ്ങളെ അക്ഷരമാലാക്രമത്തിൽ തരംതിരിച്ചതിലൂടെ ഏതു വിഭാഗം പുസ്തകം തിരക്കിയെത്തുന്നവർക്കും എളുപ്പം കണ്ടെത്താവുന്ന സ്ഥിതിയായി. ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പുറം കാര്യങ്ങൾക്കും മറ്റുമായി ജെയ്സന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് വായനശാല കമ്മിറ്റി അംഗങ്ങളാണ്. 7000-ലേറെ പുസ്തകങ്ങളുണ്ടെങ്കിലും പുസ്തകം എടുക്കാനെത്തുന്നവർ തീരെ കുറവാണെന്നതിലുള്ള വിഷമം ജെയ്സനുണ്ട്. ലൈബ്രറി കൗൺസിൽ നൽകുന്ന നിർദ്ദേശപ്രകാരം ആരോഗ്യം, വയോജനം, ലഹരിവിരുദ്ധ പ്രചാരണം, ബാലവേദി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കാനും ജെയ്സൺ മുന്നിലുണ്ട്. എൻ്റെ അസുഖത്തിൻ്റെ പേര് സ്പോണ്ടിലൈറ്റിസ് എന്നാണ്. സ്പൈനൽ കോഡിൽ വരുന്ന വാദമാണ് അസുഖം. അപ്പോൾ നമ്മൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കമ്മിറ്റി എല്ലാവരും നമ്മുടെ സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കണം. എൻ്റെ എല്ലാവിധ കാര്യങ്ങൾക്ക് അവർ പിന്തുണ അവർ നൽകണത് അവരാണ്. നമ്മുടെ വണ്ടി കൊണ്ടുപോകാനായാലും വീട്ടിൽ നിന്ന് ഇവിടെ വായനശാലയ്ക്ക് എത്തിക്കാനായാലും നമ്മുടെ കമ്മിറ്റിക്കാരുടെ സഹകരണം, എല്ലാവരുടെ സഹകരണത്തോടെ മുന്നോട്ട് പോണത്. TCV ന്യൂസ്, തൃശ്ശൂർ. കാട്ടകാമ്പാൽ ആനക്കുണ്ട് ബണ്ട് വികസനം പൂർത്തിയാകാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. 18 ഏക്കർ വിസ്തൃതിയിലുള്ള ആനക്കുണ്ട് ബണ്ടിന്റെ ആഴവും വിസ്തൃതിയും കൂട്ടി നവീകരിക്കുവാനായിരുന്നു പദ്ധതി. കാട്ടകാമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി നിലകൊള്ളുന്ന ആനക്കുണ്ടിന് നഗരസഞ്ചയ പദ്ധതിയിൽ 1 കോടിയും സംസ്ഥാന ബജറ്റിൽ 2 കോടിയും അനുവദിച്ചിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ബണ്ടിലെ മണ്ണെടുപ്പ് തുടങ്ങിയത്. എന്നാൽ മണ്ണ് കൊണ്ടുപോകുന്നതിലെ തർക്കം മൂലം ബണ്ടിൽ നിന്നെടുത്ത മണ്ണ് കൊണ്ടുപോകാനായില്ല. ഇതോടെ എടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ മണ്ണെല്ലാം ബണ്ടിലേക്ക് തന്നെ ഒലിച്ചിറങ്ങിയതായി കർഷകർ പറഞ്ഞു. പദ്ധതി പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. അപൂർവ രോഗം ബാധിച്ച 3 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. തൃത്തല്ലൂർ ചെട്ടിക്കാട് കോളനിയിൽ വലിയകത്ത് ഷബീർ സഫ്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് അസീമാണ് ബ്ലാക്ക് ഫൻ അനീമിയ രോഗം മൂലം ദുരിതമനുഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന മുഹമ്മദ് അസീമിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനായി 30 ലക്ഷത്തോളം രൂപ ചിലവ് വരും. പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായ പിതാവിന് കുട്ടിയുടെ ചികിത്സ താങ്ങാവുന്നതിലും അധികമാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കുമായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. 8 മാസം പ്രായമായ ഇവരുടെ ഇളയ കുട്ടിയുടെ മജ്ജയാണ് ശസ്ത്രക്രിയയ്ക്കായി എടുക്കുന്നത്. മുഹമ്മദ് അസീമിന്റെ ചികിത്സയ്ക്കായി തുക കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. TN പ്രതാപൻ MP, മുരളി പെരുന്നെല്ലി MLA, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് എന്നിവർ രക്ഷാധികാരികളായുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. ഇതിനായി കുട്ടിയുടെ പിതാവ് ഷബീർ RBയുടെ പേരിൽ കാനറ ബാങ്കിന്റെ വാടാനപ്പള്ളി ശാഖയിൽ 110166567904 എന്ന അക്കൗണ്ട് നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃപ്രയാർ. 3ാമത് സംസ്ഥാന സെപക് താക്രോ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല ചാമ്പ്യന്മാരായി. പാലക്കാട് നടന്ന ഫൈനലിൽ പാലക്കാടിന് എതിരില്ലാത്ത 2 സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് തൃശൂർ ജില്ല ചാമ്പ്യന്മാരായത്. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ കമ്മിറ്റി രൂപീകരിച്ചു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബെന്നി ചക്കാലക്കൽ ജനറൽ കൺവീനറും അനിൽ മണിത്തോട്ടം, മിനു കാച്ചപ്പള്ളി, ഡാഫി ആന്റണി തുടങ്ങിയവർ ജോയിന്റ് കൺവീനർമാരുമായുള്ള 501 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഫാദർ മിഥുൻ ടൈറ്റസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ അഗസ്റ്റിൻ തേങ്ങാപുരയ്ക്കൽ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി റോയ് മൺപുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 11-ാം തീയതിയാണ് ഊട്ടുതിരുനാൾ.
കോട്ടപ്പുറം രൂപതയിലെ കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ നടന്ന വനിതാ ദിനാഘോഷം കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബിൻ കളത്തിങ്കൽ, KLCWA രൂപത ഡയറക്ടർ ഫാദർ ലിജോ മാത്യൂസ്, ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ, റാണി പ്രദീപ്, ഷെബി ജോസഫ്, LC ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. രഞ്ജിനി വിനോദ് എഴുതിയ ക്ഷേത്രായനം എന്ന പുസ്തകം പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ വടക്കമ്പാട് നാരായണന് നൽകി പ്രകാശനം ചെയ്തു. പാറമേകാവ് ക്ഷേത്രത്തിന് മുൻപിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ജയരാജ് വാര്യർ, G രാജേഷ്, A സേതുമാധവൻ, തോമസ് പാവറട്ടി, സനിത, അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. യോഗക്ഷേമ വനിതാ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജവഹർ ബാലഭവനിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ സുനിത മിഥുനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യോഗക്ഷേമ വനിതാ സഭ ജില്ലാ പ്രസിഡന്റ് PK പാർവതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. നിർവാഹക സമിതി അംഗം ഗൗരി കപ്ലിങ്ങാട്, യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് ഹരി പഴങ്ങാമ്പറമ്പ്, ജില്ലാ യുവജന സഭാ പ്രസിഡന്റ് അജയ് മുഞ്ഞൂറുളി തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പാർവതി നെന്മിനി മംഗലം, ദേവകി നിലയങ്കോട്, KV ശ്രീദേവി എന്നിവരെ അനുസ്മരിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. പത്മജിയെ വിമർശിച്ചും പരിഹസിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും. പത്മജിയുടെ BJP പ്രവേശനം കോൺഗ്രസ് പാർട്ടിക്ക് സമാധാനവും സന്തോഷവും നൽകിയെന്ന് സതീശൻ. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ കുട്ടികൾ മരിച്ച സംഭവം മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. അതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 15 മിനിറ്റോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനപാലകരെത്തി തുരത്തി. സംസ്ഥാനത്ത് 2 വർഷത്തിനുള്ളിൽ 18 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ 50% വീടുകളിലും കുടിവെള്ളം എത്തിക്കാനായെന്നും മന്ത്രി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.